ഇന്ന് നമുക്ക് വ്യത്യസ്തമായ കഥ പറയുന്ന ഫുൾ മീൽസ് എന്ന സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, പണക്കാരനായ രാഷ്ട്രീയക്കാരൻ തന്റെ സഹോദരിയെ പൂജയുടെ വിവാഹത്തിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഒരു ഫോട്ടോഗ്രാഫറിനെ ഏർപ്പാടാക്കി. ഫോട്ടോഷൂട്ടിനായിട്ട് ഫോട്ടോഗ്രാഫർ പെണ്ണിനെയും ചെക്കനെയും കൂട്ടിക്കൊണ്ടു പോയത് ഒരു ഫോറസ്റ്റിലേക്കും. അവിടെ വെച്ച് പൂജയ്ക്ക് ഫോട്ടോഗ്രാഫറിനോട് ചെറിയൊരു അട്രാക്ഷൻ തോന്നും. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുവാനായിട്ട് ഫോട്ടോഗ്രാഫർ അവളെ ടച്ച് ചെയ്യുമ്പോഴോ അവൾക്ക് അയാളോട് ഫീലിംഗ്സ് ഉണ്ടായി. എങ്ങനെയെങ്കിലും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടണമെന്നും അവൾ തീരുമാനിക്കുന്നു. അന്ന് രാത്രി ആരും അറിയാതെ ഫോട്ടോ നോക്കാൻ എന്ന പേരിൽ ഫോട്ടോഗ്രാഫറിന്റെ റൂമിലേക്ക് എത്തുകയാണ് പൂജ. പിന്നീട് അവിടെ എന്തൊക്കെ സംഭവിച്ചു? ഈ കല്യാണം നടന്നോ ഇല്ലയോ? പൂജയും ഈ ഫോട്ടോഗ്രാഫറും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയായിരുന്നു എന്നൊക്കെ അറിയണ്ടേ? ഈ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതറിയുവാനായിട്ട് അവസാനം വരെ വീഡിയോ കാണാൻ മറക്കരുതേ. എങ്കിൽ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ നായകനായ ലക്കിയാണ് കാണിക്കുന്നത്. അവനൊരു ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ ആയി എന്നും ഒരു രാജകുമാരിയുടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവന്റെ ആന്റി അവനെ വിളിച്ചുണർത്തുന്നതും. സത്യത്തിൽ ലക്കിക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ല. അവന്റെ അങ്കിളും ആന്റിയും കൂടിയാണ് അവനെ വളർത്തുന്നത്. അങ്കിളിന് അവനോട് നല്ല സ്നേഹമാ. പക്ഷേ ആന്റിക്കാണെങ്കിലോ അവനെ ഒട്ടും ഇഷ്ടമേ അല്ല. അവരുടെ വീട്ടിൽ അവൻ നിൽക്കുന്നത് പോലും ആന്റിക്ക് ഒട്ടും ഇഷ്ടമല്ല. ലക്കിയാണെങ്കിലോ ഒരു ഫോട്ടോഗ്രാഫറാണ്. സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോയുമുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുവാൻ വേണ്ടി പോലും ആരും തന്നെ സ്റ്റുഡിയോയിലോട്ട് വരാറില്ല. അതുകൊണ്ട് തന്നെ ലക്കിയും കൂട്ടുകാരനും ഈച്ചയടിച്ചിരിക്കലാണ് അവന്റെ പരിപാടി. ബാക്കിയുള്ളവരൊക്കെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ട് അവരുടെ ഓരോ ഫോട്ടോഷൂട്ടുമൊക്കെ പോസ്റ്റ് ചെയ്ത് ക്ലയന്റിനെ ഒപ്പിക്കുന്നത് കണ്ട് ലക്കിയും ഒരു ഇൻസ്റ്റഗ്രാമൊക്കെ തുടങ്ങി. പക്ഷേ ആകെ 3 ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. ആ മൂന്നിലൊരാളാണ് പ്രീതി എന്ന പെൺകുട്ടി. എന്നാൽ ഈ പ്രീതിക്കാണെങ്കിൽ ലക്കിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾ ഓൺസൈഡായിട്ട് ലക്കിയെ പ്രണയിക്കുകയാ. എന്നാൽ ഈ പ്രീതിയാണ് ലക്കിക്ക് വേണ്ടിയിട്ട് ഓരോ ഓർഡറുകളൊക്കെ പിടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പ്രീതിയാണെങ്കിൽ ലക്കിയെ വിളിക്കുന്നു. ഒരു സ്ഥലത്ത് വെഡിങ് ഫോട്ടോഷൂട്ട് ഉണ്ട്, എത്രയും വേഗം എത്തണമെന്ന്. ലക്കിയാണെങ്കിൽ ഒരു 40,000 50,000 രൂപയൊക്കെ പ്രതീക്ഷിച്ചു വരും. എന്നാൽ അവരാണെങ്കിൽ ഒരു 2,000 രൂപ തരാം, ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിക്കും. ആകെ കിട്ടിയ ഒരു ക്ലൈന്റ് ആണ്, കളയണ്ടെന്ന് കരുതി ലക്കിയും കൂട്ടുകാരനും ഫോട്ടോ എടുത്തു കൊടുക്കുന്നു. പ്രീതിയാണ് അവരെ സഹായിക്കുവാനായി നിൽക്കുന്നതും. പക്ഷേ പ്രീതിയോട് ലക്കിക്ക് അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നുമില്ല. പ്രീതി അവനെ ഒൺസൈഡായിട്ട് പ്രണയിക്കുന്നുമുണ്ട്. അതാണ് ലക്കിയുടെ ജീവിതം. മറ്റൊരു വശത്ത് പണക്കാരനായ ഒരു രാഷ്ട്രീയക്കാരനെ കാണിക്കുന്നു. ആ രാഷ്ട്രീയക്കാരന്റെ സഹോദരിയായിട്ടുള്ള പൂജയുടെ വിവാഹ നിശ്ചയം നടക്കുകയാണ്. ചടങ്ങുകളെല്ലാം ഗംഭീരമായി കഴിയും. ഫോട്ടോഷൂട്ടും ഒക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഫോട്ടോഷൂട്ടിന്റെ ഫോട്ടോയൊക്കെ കിട്ടിയതും പൂജയ്ക്കാണെങ്കിലോ ഫോട്ടോയൊന്നും ഇഷ്ടമായതേയില്ല. ചേട്ടാ, വിവാഹത്തിനെങ്കിലും നല്ല ഫോട്ടോ എനിക്ക് എടുക്കണം, പ്രീ വെഡിങ് ഷൂട്ടൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ട് നടക്കണമെന്നും പൂജ പറയുന്നു. അത് കേട്ട് സഹോദരൻ പറയുന്നതോ, ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫോട്ടോഗ്രാഫറെ തന്നെ ഞാൻ നിന്റെ കല്യാണത്തിനായി കൊണ്ടുവരും, അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നും ചേട്ടൻ അവൾക്ക് വാക്ക് കൊടുത്തു. അങ്ങനെ ആ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലോ തന്റെ പരിചയക്കാരനെ അവിടേക്ക് വിളിക്കുകയാണ്. ആ പരിചയക്കാരൻ മറ്റാരുമല്ല, ലക്കിയുടെ അങ്കിൾ തന്നെയായിരുന്നു. അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാവുന്ന നല്ല ഫോട്ടോഗ്രാഫർമാർ ആരെങ്കിലും ഉണ്ടോ? അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ആളായിരിക്കണം. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ല ഫോട്ടോ എടുക്കുന്ന ആളായിരിക്കണം എൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് ഫോട്ടോ എടുക്കാൻ വരേണ്ടത്. ഞാനൊരു 15 ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് ഇടുന്നതെന്നും ആ രാഷ്ട്രീയക്കാരൻ പറയുന്നു. അത് കേട്ടതും ലക്കിയുടെ അങ്കിളിന്റെ കണ്ണ് തള്ളി പോവുകയാണ്. തന്റെ അനന്തരവന് ആ ഒരു ഓഫർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തങ്ങളുടെ കുടുംബവും രക്ഷപ്പെടുമല്ലോ എന്നും അങ്കിൾ ചിന്തിക്കുന്നു. ഉണ്ട്, എന്റെ കയ്യിൽ ഒരാളുണ്ട്, ഞാൻ അവനെ കൊണ്ടുവരാമെന്നും അങ്കിൾ പറയുന്നു. അങ്ങനെ അങ്കിളാണെങ്കിൽ അടുത്ത ദിവസം ലക്കിക്ക് നല്ല കോട്ടും സൂട്ടും ഒക്കെ ധരിപ്പിച്ച് പുതിയൊരു വണ്ടി വാടകയ്ക്കുമെടുത്ത്, അതും ലക്ഷറി ആയിട്ടുള്ള വണ്ടിയും വാടകയ്ക്കെടുത്താണ് ലക്കി അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നതും. ലക്കിയോട് പറയുന്നുണ്ട്, നല്ല മാന്യമായിട്ട് പെരുമാറണം. ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർ പോലും ബുള്ളറ്റൊക്കെയാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഈ രാഷ്ട്രീയക്കാരനാണെങ്കിൽ അത്യാവശ്യം ലക്ഷറി ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വേണം പെരുമാറാനെന്നും പ്രത്യേകം ലക്കിയോട് പറഞ്ഞിട്ടാണ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും. അങ്ങനെ ലക്കിയാണെങ്കിലോ ഒരു VIP പോലെ തന്നെ പെരുമാറുകയാണ്. ലക്കിയുടെ ആറ്റിറ്റ്യൂഡൊക്കെ പൂജയെ കല്യാണം കഴിക്കാൻ വന്ന പയ്യന് ഇഷ്ടമായി. എന്തായാലും ഇയാൾ തന്നെ മതി ഫോട്ടോഗ്രാഫറായിട്ടെന്നും പൂജയെ കെട്ടാൻ പോകുന്ന ചെറുക്കനും പറയുന്നു. അതേസമയം തന്നെയായിരുന്നു ലക്കിക്ക് പ്രീതിയുടെ കോൾ വരുന്നതും. എന്നാൽ കോൾ എടുത്ത ലക്കിയാണെങ്കിൽ ഞാൻ പുറത്താണെന്ന് പറയും. അടുത്തൊരു ക്ലയന്റിനെ കിട്ടിയിട്ടുണ്ടെന്ന് പ്രീതി പറയുമ്പോഴും അതൊന്നും സംസാരിക്കാൻ സമയമില്ല, ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ലക്കി കോള് കട്ട് ചെയ്യുന്നു. അതേ സമയമായിരുന്നു പൂജ അവിടേക്ക് ഇറങ്ങി വരുന്നതും. പൂജയ്ക്കൊപ്പം പ്രീതിയും ഉണ്ടായിരുന്നു. സത്യത്തിൽ പൂജയുടെ കൂട്ടുകാരിയാണ് ഈ പ്രീതി. പ്രീതിയാണെങ്കിൽ ഒരു ക്ലയന്റ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചത് പൂജയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ലക്കിയാണെങ്കിൽ പൂജിത VIP ആയിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ്, ലോകത്തിലേക്ക് വെച്ച് നല്ല ഫോട്ടോ എടുക്കുന്ന ആളാണെന്നും പറഞ്ഞ് പ്രീതിക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. പ്രീതിയാണെങ്കിൽ ലക്കിയെ നോക്കി പുഞ്ചിരിക്കുകയാണ് ചെയ്തതും.
പൂജയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ ചോദിക്കും, നമുക്ക് ഫോട്ടോഷൂട്ട് നടത്തുവാനായിട്ട് എവിടെ പോകണം? അമേരിക്കയിൽ പോകണോ, ഇംഗ്ലണ്ടിൽ പോകണോ, ഏത് സ്ഥലത്ത് വേണമെങ്കിലും പോകാം, അതിന് ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ എന്തിനാ അവിടേക്ക് പോകുന്നത്? നമ്മുടെ നാട് തന്നെ നല്ലതല്ലേ, നമുക്ക് കർണാടകയിലുള്ള ഒരു ഫോറസ്റ്റിലേക്ക് പോകാമെന്നും ലക്കി പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം അവരെ എല്ലാവരെയും കൂട്ടി ലക്കി ആ ഫോറസ്റ്റിലേക്ക് എത്തും. അവിടെയാണെങ്കിൽ റിസോർട്ടും ബുക്ക് ചെയ്യുകയാണ്. ലക്കി ആണെങ്കിലോ ഒറ്റയ്ക്ക് ഒരു റൂമിലാണ് താമസിക്കുന്നത്. അന്നേ ദിവസം രാത്രി എല്ലാവരും ക്യാമ്പ് ഫയറിനായി എത്തുമ്പോഴോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഫോട്ടോഗ്രാഫി ഫീൽഡ് തിരഞ്ഞെടുത്തതെന്ന് പൂജ ലക്കിയോട് ചോദിക്കും. അത് തിരഞ്ഞെടുക്കുവാനായിട്ട് ഒരു കാരണമുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്ന സമയത്ത് അവരുടെ ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ മരിച്ചു പോയതിൽ പിന്നെ അവരുടെ ഒരു ഫോട്ടോ പോലും എൻ്റെ കയ്യിലില്ല. അന്നു മുതലാണ് ഞാനൊരു ഫോട്ടോഗ്രാഫർ ആകണമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ നിലയിൽ നിൽക്കുന്നതെന്നും ലക്കി പറയുന്നു. ലക്കി പറയുന്നതെല്ലാം കേട്ട് പൂജയ്ക്കാണെങ്കിൽ ലക്കിയോട് സഹതാപം തോന്നും. ലക്കി പോയി കഴിഞ്ഞ ഉടനെ തന്നെ പൂജയാണെങ്കിൽ പ്രീതിയോട് ചോദിക്കും, പ്രീതിക്ക് ഈ ലക്കി അറിയാവോ? പ്രീതി പറയും, എനിക്കറിയാം. നിങ്ങൾ കരുതുന്നത് പോലെ ഒരാളല്ല അവൻ. അവൻ ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫറുമല്ല. അവൻ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുകയാ. പക്ഷേ നന്നായിട്ട് ഫോട്ടോ എടുക്കും. അതുകൊണ്ടാ അവന് തന്നെ ഈ ഒരു ഓഫർ കൊടുക്കണമെന്നും ആദ്യമേ ഞാൻ കരുതിയിരുന്നതും. അവനൊരു പാവമാ. അവൻ ആരെയും തന്നെ പ്രണയിച്ചിട്ടേയില്ല. ഞാൻ തന്നെ വർഷങ്ങളായിട്ട് അവന്റെ പിന്നാലെ നടക്കുകയാ. എന്നിട്ട് പോലും അവൻ എന്നെ പോലും മൈൻഡ് ചെയ്തിട്ടേയില്ല എന്നും പ്രീതി പറയുന്നു. പ്രീതി പറയുന്നതെല്ലാം കേട്ട് പൂജയ്ക്ക് അവനോട് ചെറിയൊരു ക്രഷ് തോന്നുകയാണ്. അടുത്ത ദിവസം ഫോട്ടോഷൂട്ടിനായിട്ട് പോകും. എന്നാൽ പൂജയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണെങ്കിലോ ഫോട്ടോഷൂട്ടിന് എങ്ങനെ പോസ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ലക്കി പറഞ്ഞു കൊടുക്കുന്നത് പോലും അവൻ കൃത്യമായി ചെയ്യുന്നില്ല. പ്രീതിയെ വെച്ച് അവനാണെങ്കിൽ എങ്ങനെ പോസ് ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കും. എന്നാലും ആ പയ്യന് പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യാം, പൂജയെ വെച്ച് തന്നെ ഒന്ന് പോസ് ചെയ്ത് കാണിച്ചു തരുമോ എന്ന് പൂജയെ കെട്ടാൻ പോകുന്ന പയ്യൻ ചോദിക്കുന്നു. അങ്ങനെ മനസ്സിലാ മനസ്സോട് ലക്കിയാണെങ്കിൽ പൂജയോടൊപ്പം നിന്ന് പോസ് ചെയ്യും. പക്ഷേ ലക്കി പൂജയുടെ ദേഹത്ത് തൊട്ടതും പൂജയ്ക്ക് എന്തോ വല്ലാതെ ഫീൽ ചെയ്യുകയും അവൾ ലക്കിയെ ഇറുക്കി പിടിക്കുകയും ചെയ്തു. ലക്കിക്കത് നെഗറ്റീവായി തോന്നുകയും ലക്കിയാണെങ്കിൽ അവിടെ നിന്ന് മാറിയിട്ട് ഫോട്ടോ എടുക്കുകയും ചെയ്തു. ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായി അവരെത്തിയപ്പോൾ അതേസമയം തന്നെ അവന് പിന്നാലെ വന്ന പൂജയാണെങ്കിൽ ലക്കിയുടെ കയ്യിൽ പിടിക്കും. എന്നാൽ ലക്കിക്കാണെങ്കിൽ എന്തോ പോലെ തോന്നുകയും അവിടെ നിന്ന് അവൻ തന്റെ റൂമിലേക്ക് വരികയും ചെയ്തു. അന്ന് രാത്രിയും അവരെല്ലാവരും മദ്യപിക്കുവാനായി ഇരിക്കുന്ന സമയം. പക്ഷെ ലക്കി മദ്യപിക്കില്ല. തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവൻ റൂമിലേക്ക് പോകുന്നു. എന്നാൽ ലക്കി പോകുന്നത് കണ്ട പൂജയാണെങ്കിൽ എനിക്ക് തലവേദന എടുക്കുന്നു, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകും. പക്ഷേ അവൾ അവളുടെ റൂമിലേക്കായിരുന്നല്ല പോയത്, ലക്കിയുടെ റൂമിലേക്കായിരുന്നു വന്നത്. എടുത്ത ഫോട്ടോസ് എല്ലാം ഒന്ന് കാണിച്ചു തരുമോ എന്ന് ലക്കിയോട് ചോദിക്കും. പക്ഷേ അവൾ ഈ ഒറ്റയ്ക്ക് അവന്റെ റൂമിലേക്ക് വന്നത് ലക്കിക്ക് അത്ര ഇഷ്ടമായതേയില്ല. പൂജ ഫോട്ടോ കാണുവാൻ വേണ്ടിയിട്ട് ലക്കിയുടെ അടുത്ത് ചേർന്നിരിക്കുന്നു. എന്നിട്ട് അവനോട് തൊട്ടുരുമിയാണ് ഇരിക്കുന്നതും. പക്ഷേ ലക്കിക്ക് അത് ഇഷ്ടമാകുന്നതേയില്ല. ലക്കിയാണെങ്കിൽ എഴുന്നേറ്റ് മാറിപ്പോവുകയാണ്. അത് മനസ്സിലാക്കിയ പൂജയാണെങ്കിലോ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകും. അടുത്ത ദിവസം രാവിലെ പൂജയുടെ സിംഗിൾ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. പക്ഷേ പൂജ സാരി ഉടുത്തത് ശരിയാകാത്തത് കൊണ്ട് തന്നെ സാരിയൊക്കെ അവൻ നേരെയാക്കി കൊടുക്കുന്നു. എന്നാൽ അവന്റെ കൈ അവളുടെ ദേഹത്ത് തൊടുന്ന സമയത്ത് പൂജയ്ക്കാണെങ്കിൽ വല്ലാത്ത ഫീലിങ്സ് ഒക്കെ ഉണ്ടാവുകയാണ്. അന്നേ ദിവസം രാത്രിയായപ്പോഴേക്കും പൂജ രാവിലെ എടുത്ത ഫോട്ടോ കാണുവാൻ വേണ്ടിയിട്ട് ലക്കിയുടെ റൂമിലേക്ക് വരുന്നു. രാവിലത്തെ ഫോട്ടോ തനിക്കൊന്ന് കാണണമെന്ന് പറയും. ഞാൻ വാട്സപ്പിൽ അയച്ചു തരാമെന്ന് ലക്കി പറയുമ്പോഴോ, വേണ്ട, ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർക്ക് ഇന്ന് രാവിലെ എടുത്ത ഫോട്ടോ കാണിച്ചു തരാനാണോ മടി എന്നൊക്കെ ചോദിച്ച് അവൻ അടുത്ത് വന്നിരിക്കുന്നു. മാത്രമല്ല അവനെ ഓവറായിട്ട് ടച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യും. എന്നാൽ അത്രയും നാൾ പൂജയുടെ വലയിലൊന്നും വീഴാതിരുന്ന ലക്കിക്കാണെങ്കിലോ ഇപ്പോൾ പൂജയോട് പ്രണയം തോന്നിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഒന്നിനും എതിർക്കുന്നതേയില്ല. എന്നാൽ അതേസമയം തന്നെയായിരുന്നു ലക്കിയുടെ കൂട്ടുകാരൻ റൂമിലേക്ക് വരുന്നതും രണ്ടുപേരും റൂമിലിരിക്കുന്നത് കൂട്ടുകാരൻ കാണുന്നതും. അത് കണ്ട് കൂട്ടുകാരൻ ഞെട്ടിപ്പോകുന്നു. അതേ സമയത്തായിരുന്നു പൂജയെ കെട്ടാൻ പോകുന്ന ചെറുക്കനും അവിടേക്ക് വന്ന് പൂജയെ അന്വേഷിക്കുന്നത്. എവിടെയെന്തോ ഞാൻ കണ്ടില്ല എന്നും ലക്കിയുടെ കൂട്ടുകാരൻ പറഞ്ഞ് എങ്ങനെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അതേസമയം പ്രീതിയും അവിടേക്ക് വരുന്നു. പക്ഷേ പ്രീതിയാണെങ്കിൽ എത്ര തന്നെ കൂട്ടുകാരൻ പറഞ്ഞിട്ടും കേൾക്കാതെ ലക്കിയുടെ റൂം പോയി തുറക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും രണ്ടു വശത്തിരിക്കുന്നതാണ് കാണുന്നതും. പൂജ ഫോട്ടോ കാണുവാൻ വന്നതാണെന്ന് പ്രീതിയോട് പറയുന്നു. അങ്ങനെ പൂജയാണെങ്കിൽ പോകുവാനായി ഇറങ്ങുന്ന സമയം ലക്കിയുടെ കവിളിൽ നുള്ളുകയും ലക്കിയുടെ കയ്യിൽ തല കീഴായിരുന്ന ബുക്ക് നേരെ വെച്ച് കൊടുത്തിട്ടാണ് പോകുന്നതും. അത് കാണുന്ന പ്രീതിക്ക് എന്തൊക്കെയോ സംശയം തോന്നും. ഉടനെ തന്നെ പ്രീതി പൂജയ്ക്കടുത്തെത്തിയിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നീ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ആ ലക്കിയോടൊരു അട്രാക്ഷൻ തോന്നി, എനിക്കവനോട് പ്രണയമാ. അത് കേട്ട പ്രീതി പറയും, ഞാൻ അവനെ ഓൺസൈഡായിട്ട് പ്രണയിക്കുന്നു എന്ന് പറഞ്ഞിട്ടും നിനക്ക് അവനോട് പ്രണയം തോന്നിയല്ലേ? മാത്രമല്ല നിന്റെ കല്യാണം നടക്കുവാനായിട്ട് ഇനി കുറച്ചു നാളല്ലേ ഉള്ളൂ, എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അറിയില്ല, എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നി, ഞാനത് നിന്നോട് പറഞ്ഞു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും
ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നതിന് മുൻപായിട്ട് ലക്കിയുമായിട്ട് ഞാൻ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുമെന്നും അവൾ പറയുന്നു. അവൾ ഉദ്ദേശിച്ചത് ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ കാര്യമായിരുന്നു. എന്നാൽ അത് കേട്ടതും പ്രീതിക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും ഒക്കെ വരികയാണ്. അടുത്ത ദിവസം മുതൽ ലക്കിയെ ഇംപ്രസ് ചെയ്യുവാനായിട്ട് പൂജയും ശ്രമിക്കുന്നുണ്ട്, പ്രീതിയും ശ്രമിക്കുന്നുണ്ട്. രണ്ടുപേരെയും കാരണം ലക്കിക്ക് വല്ലാത്ത തലവേദനയായിരുന്നു. ഒരു ഘട്ടത്തിൽ ലക്കിക്ക് അതെല്ലാം വല്ലാതെ ടോർച്ചറായി മാറുകയും ലക്കി പൂജയെ വഴക്ക് പറയുകയും ചെയ്തു. നീ വിവാഹം കഴിക്കാനായി പോകുന്ന പെണ്ണല്ലേ, എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് പൂജയെ അവൻ വഴക്ക് പറയുന്നത്. അതേസമയമായിരുന്നു പൂജയെ കല്യാണം കഴിക്കാൻ പോകുന്ന കാർത്തിക് അവിടേക്ക് വരുന്നതും. കാർത്തിക് അവരുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെയായിരുന്നു കുറച്ച് ഗുണ്ടകൾ വന്ന് കാർത്തികിനെ ആക്രമിക്കുന്നതും. ഇതെങ്ങനെ സംഭവിച്ചെന്നാൽ, കാർത്തിക് മുൻപ് ജോഗിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ ഒരു പെണ്ണും ചെറുക്കനിൽ നിന്ന് വല്ലാതെ പ്രശ്നമുണ്ടാക്കുകയായിരുന്നു. രണ്ടുപേരും ലവേഴ്സാണേ. എന്നാൽ അവരുടെ പ്രശ്നത്തിൽ കാർത്തിക് ഇടപെടുകയും ആ പയ്യന് വല്ലാതെ ദേഷ്യം വരികയും കാർത്തികിന് അവൻ കൊട്ടേഷൻ കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ പണിയാണ് ഇപ്പോൾ കാർത്തികിന് കിട്ടുന്നതും. എന്നാൽ ഗുണ്ടകളുടെ ആക്രമണത്തിൽ അവിടെ നിൽക്കുകയായിരുന്ന പൂജയുടെ തലയ്ക്ക് അടിയേൽക്കുകയും അവൾ ബോധം കെട്ട് വീഴുകയും ചെയ്തു. ബോധം കെട്ട് കിടക്കുന്ന പൂജയ്ക്കടുത്തേക്ക് ബേബി എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് ലക്കി. അവളെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം പ്രീതിയും ലക്കിയുടെ കൂട്ടുകാരനും പൂജയെ കല്യാണം കഴിക്കാൻ പോകുന്ന കാർത്തിക്കും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിൽ നിന്നും പ്രീതിക്കൊരു കാര്യം മനസ്സിലായി. ഇവർ ഇപ്പോഴുള്ള അടുപ്പമല്ല, ഇവർക്ക് ഇതിനു മുൻപ് പരിചയമുണ്ടോ എന്ന സംശയവും ഉണ്ടാകുന്നു. അത് യഥാർത്ഥത്തിൽ സത്യം തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ 3-3.5 വർഷങ്ങൾക്ക് മുൻപ് ഈ പൂജയും ലക്കിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇവർ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇവർ പരിചയപ്പെട്ടതും പ്രണയത്തിലായതും. ലക്കിക്കൊരു ഫോട്ടോഗ്രാഫർ ആകണമെന്ന ആഗ്രഹം പൂജയോട് പറഞ്ഞിരുന്നതിനാൽ അവളാണ് അവനെ സപ്പോർട്ട് ചെയ്തതും അവന് ക്യാമറ വാങ്ങിക്കൊടുത്തതും അവന് സ്വന്തമായിട്ട് സ്റ്റുഡിയോ ആരംഭിക്കാൻ വേണ്ടിയിട്ട് കാശൊക്കെ അഡ്വാൻസ് കൊടുത്തതും. എന്നാൽ ഫോട്ടോഗ്രാഫർ ആകാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്കിക്കാണെങ്കിൽ ഒരുപാട് ക്ലയൻസ് വരികയുണ്ടായി. ക്ലയൻസ് എല്ലാം കൂടുതലും സ്ത്രീകളായിരുന്നു. ഒരു ദിവസം പുറത്തു നിൽക്കുകയായിരുന്ന പൂജയാണെങ്കിൽ അവിടെ വെച്ച് ലക്കിയെ കാണുന്നു. ലക്കി ഒരു പെണ്ണിനോട് നിന്ന് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാ. അത് കണ്ട് ദേഷ്യം വന്ന പൂജയാണെങ്കിലോ അവനെ കോൾ ചെയ്യുന്ന സമയത്ത് താനൊരു ക്ലയന്റ് മീറ്റിംഗിലാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ കോൾ കട്ട് ചെയ്ത് കളയുന്നതും. എന്നാൽ ഒരു പെണ്ണിനൊപ്പം നിൽക്കുന്നത് കണ്ട് പൂജയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. സത്യത്തിൽ ലക്കിയുടെ ക്ലയന്റ് ആ പെണ്ണ് തന്നെയായിരുന്നു. ആ പെൺകുട്ടിയുടെ വീട്ടിലെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് അവൾ ലക്കിയെ വിളിക്കുന്നതും. എന്നാൽ അതൊന്നും പൂജയ്ക്ക് അറിയില്ലായിരുന്നല്ലോ. പൂജ അന്നേ ദിവസം രാത്രിയും അവനെ കോൾ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ അവൻ കോൾ എടുക്കുന്നതേയില്ല. കാര്യം ആ പെൺകുട്ടിയുടെ വീട്ടിലെ ഫംഗ്ഷന് ഫോട്ടോ എടുക്കുവാൻ നിൽക്കുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെയും പൂജ അവനെ വിളിക്കുന്ന സമയത്തും അവൻ കോൾ എടുക്കുന്നില്ല. അവനെ അന്വേഷിച്ചു പോകുമ്പോൾ മറ്റൊരു പെണ്ണിനൊപ്പം നിന്ന് സംസാരിക്കുന്നതാണ് കണ്ടതും. അതും യഥാർത്ഥത്തിൽ ലക്കിയുടെ ക്ലയന്റ് ആയിരുന്നു. അതോടുകൂടി പൂജയ്ക്ക് വല്ലാതെ സംശയമുണ്ടാകുവാനായും തുടങ്ങി. അത്രയും നാള് അടിപൊളിയായിട്ട് പ്രണയിച്ചുകൊണ്ടിരുന്ന 2 പ്രണയ ജോഡികളായിരുന്നു ലക്കിയും പൂജയും. എന്നാൽ ഈ പെൺകുട്ടികളോടൊക്കെ ലക്കി നിന്ന് സംസാരിക്കുന്നത് കണ്ട് ദേഷ്യം എന്ന പൂജ ലക്കിക്കടുത്തെത്തിയിട്ട്, നീ ഇനി ഒരു പെൺകുട്ടികളോടും സംസാരിക്കുവാനായി പാടില്ല, എന്നോട് മാത്രമേ മിണ്ടാവൂ, എന്നോട് മാത്രമേ സഹകരിക്കാവൂ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ബഹളമുണ്ടാക്കുവാനായും തുടങ്ങി. പൂജ ലക്കിയെ വല്ലാതെ കൺട്രോൾ ചെയ്യുകയാണ്. ഒരു ഘട്ടത്തിൽ അവരുടെ വഴക്ക് വലുതാവുകയും പൂജ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ലക്കി അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ചത് കൊണ്ട് തന്നെ ലക്കി അവളുടെ പിന്നാലെ കാല് പിടിച്ച് ചെല്ലുകയാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ റോഡിൽ വെച്ച് പോലീസുകാർ ഇത് കാണുന്നു. പൂജയ്ക്കടുത്തേക്ക് എത്തിയ പോലീസുകാരാണെങ്കിൽ, ഇവൻ ആരാ നിന്റെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല, ആരാ എന്തോ എന്നെ ശല്യം ചെയ്യുകയാണെന്നും പൂജ പറയുന്നു. അത് കേട്ട പോലീസുകാരാണെങ്കിൽ ലക്കിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ഒരുപാട് തല്ലുന്നു. അവനാണെങ്കിൽ എങ്ങനെയൊക്കെയോ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. വിവരമറിഞ്ഞ പൂജയാണെങ്കിൽ സോറി പറഞ്ഞ് ലക്കിക്ക് അടുത്തേക്ക് ചെല്ലുന്നു. എന്തായാലും നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയല്ലേ നിനക്ക് കിട്ടിയത്, അതൊക്കെ പോട്ടെ, ഇനി നമുക്ക് പഴയതുപോലെ മുന്നോട്ട് പോകാമെന്നും പൂജ ലക്കിയെ കണ്ട് സംസാരിക്കും. എന്നാൽ ലക്കിക്കാണെങ്കിൽ അതിന് താല്പര്യമില്ലായിരുന്നു. ലക്കിക്ക് പൂജയുടെ സ്വഭാവം ഒട്ടും ഇഷ്ടമാകുന്നതേയില്ല. എന്നാൽ പൂജ പറയുന്നത്, ഞാൻ കാരണമാണ് നീ ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത്, എന്നിട്ട് നീ എന്നോട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്, നിനക്ക് ഞാൻ പറഞ്ഞതുപോലെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയും. പക്ഷേ ലക്കി പറയുന്നതോ, നീ കാരണം തന്നെയാ ഞാൻ ഇങ്ങനെയായത്, പക്ഷേ ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നു. നീ എനിക്ക് സ്റ്റുഡിയോ ആരംഭിക്കാനായിട്ട് തന്ന കാശ് ഞാൻ നിനക്ക് തിരികെ തരാൻ പോവുക. ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ഞാൻ തന്നെ മുന്നിലേക്ക് വരും. ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല എന്നും ലക്കി പറയുന്നു. അവിടെ വെച്ച് രണ്ടുപേരും ബ്രേക്കപ്പ് ആവുകയാണ്. അതിനുശേഷം പിന്നീട് പൂജയും ലക്കിയും പരസ്പരം കണ്ടിട്ടേയില്ല. പൂജയാണെങ്കിലോ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ലണ്ടനിലേക്കും പോയി. പഠിത്തമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വന്ന പൂജ തന്റെ സഹോദരൻ പറഞ്ഞ പയ്യനായ കാർത്തികിനെ വിവാഹം കഴിക്കുവാനായും തീരുമാനിച്ചു. അതിന്റെ ഫോട്ടോഷൂട്ടിനാണ് ലക്കി വന്നതും. എന്നാൽ 3.5 വർഷങ്ങൾക്ക് ശേഷം, അന്ന് പിരിഞ്ഞതിന് ശേഷം ദേ ഇപ്പോഴാണ് പൂജ ലക്കിയെ കണ്ടതും. അപ്പോൾ അവൾക്ക് പഴയ പ്രണയകാലങ്ങളൊക്കെ ഓർമ്മ വരുന്നു. മാത്രവുമല്ല, പ്രീതി ലക്കിയെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പൂജയോട് പറഞ്ഞല്ലോ. അവൻ ഇതുവരെയും വേറെ പെൺകുട്ടികളെ ആരെയും സ്നേഹിച്ചിട്ടില്ല, ആരും തന്നെ അവന്റെ പിറകെ ചെന്നാലും അവൻ മൈൻഡ് ചെയ്യതേയില്ല എന്ന്.
പ്രീതി ലക്കിയെക്കുറിച്ച് പൂജയോട് പറഞ്ഞതിനു ശേഷമാണ് താൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി എന്നും ലക്കിയെ മനസ്സിലാക്കിയതിൽ തനിക്ക് തെറ്റുപറ്റിയെന്നുള്ള കാര്യവും പൂജയ്ക്ക് മനസ്സിലായതും. അങ്ങനെയാണ് അവൾക്ക് വീണ്ടും ലക്കിയോട് പ്രണയം തോന്നി തുടങ്ങിയതും. ഈ കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്ന പൂജ പ്രീതിയോട് പറയുകയാണ്. ഇതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ലക്കിയും തന്റെ കൂട്ടുകാരനോട് തുറന്നു പറയുന്നു. വർഷങ്ങൾക്ക് ശേഷം പൂജയെ വീണ്ടും കണ്ടപ്പോൾ ലക്കിക്കും അവളോട് പ്രണയം തോന്നി തുടങ്ങി. പക്ഷേ അത് ചെയ്യുന്നത് തെറ്റാണ്. അവളെ വിവാഹം കഴിക്കുവാനായിട്ട് ഒന്നും അറിയാത്തൊരു പാവം പയ്യനും തയ്യാറായി നിൽക്കുകയല്ലേ. അപ്പോൾ വീണ്ടും താൻ പൂജയെ പ്രണയിച്ചാൽ അത് അവനോട് ചെയ്യുന്ന ക്രൂരതയാണെന്നും ലക്കി ചിന്തിക്കുന്നു. അങ്ങനെ ലക്കിയെ കാണുവാനായിട്ട് പൂജ വരുന്ന സമയം അവിടെ കാർത്തിക്കുമുണ്ടായിരുന്നു. ലക്കിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന്. എന്നാൽ ലക്കി പറയുന്നത്, പ്രണയിച്ചിരുന്നു, ഒരു പെണ്ണിനെ ഞാൻ മുൻപ് പ്രണയിച്ചിരുന്നു. പക്ഷേ അവളാണെങ്കിലോ എന്നെ കൂടാതെ വേറെ പല പയ്യന്മാരെയും പ്രണയിച്ചു. അവസാനം അവളാണെങ്കിലോ കാനഡയിലേക്ക് കയറി പോവുകയും ചെയ്തു എന്നും ലക്കി പറയുന്നു. എന്നാൽ അത് പൂജ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നല്ലോ. ദേഷ്യമെന്ന പൂജയാണെങ്കിൽ ലക്കിക്കടുത്തെത്തി അവനിട്ടൊരെണ്ണം കൊടുക്കും. നീ എന്തായി പറയുന്നത്? നിന്നെ ആത്മാർത്ഥമായി പ്രണയിച്ചത് എന്റെ തെറ്റ്. നിന്നെ രണ്ടാമത് കണ്ടപ്പോഴും എനിക്ക് നിന്നോട് പ്രണയം തോന്നി. നിന്നെ വിവാഹം കഴിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ നീ എന്നെക്കുറിച്ച് എന്തൊക്കെ മോശമായി പറയുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടാണ് പൂജ അവിടെ നിന്ന് പോകുന്നതും. ലക്കിക്കാണെങ്കിലോ വല്ലാത്ത കുറ്റബോധവും തോന്നുന്നുണ്ട്. കാരണം അവൻ എങ്ങനെയെങ്കിലും അവരുടെ വിവാഹം മുടങ്ങണ്ട എന്ന് കരുതിയാണല്ലോ അവൻ ഇത്രയും ചെയ്തത്. അടുത്ത ദിവസം നേരെ പൂജയുടെ സഹോദരനടുത്തേക്ക് എത്തിയിട്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ്. താനൊരു ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ അല്ല എന്നുള്ള സത്യം അറിഞ്ഞതോടുകൂടി പൂജയുടെ ചേട്ടനാണെങ്കിൽ അവനെ അവിടെ നിന്ന് അടിച്ചിറക്കി വിടും. കൊടുക്കാനായിട്ടിരുന്ന 15 ലക്ഷം രൂപ കൊടുക്കാതെ 50,000 രൂപ മാത്രം അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. എന്നാൽ അവനാണെങ്കിൽ ആ 50,000 രൂപയും എടുത്തുകൊണ്ട് പോയി അങ്കിളിന്റെ കടമൊക്കെ വീട്ടുകയാണ് ചെയ്യുന്നതും. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ലക്കിയുടെ കൂട്ടുകാരനാണെങ്കിലോ ലക്കി എടുത്ത ഫോട്ടോസ് എല്ലാം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ലക്കി എടുത്ത ഫോട്ടോസും വീഡിയോസും എല്ലാം ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആകുവാനായും തുടങ്ങി. അത് കാരണം ഒരുപാട് ആളുകൾ ലക്കിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അവനെക്കുറിച്ച് അന്വേഷിച്ച് ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ലക്കിയാണെങ്കിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ആ നാട്ടിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളായി മാറി. അവൻ ഒരുപാട് ബിസി ആകുവാനായും തുടങ്ങി. ഒരുപാട് വർക്ക് കിട്ടി. ലക്കി ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു സ്റ്റുഡിയോയും ആരംഭിക്കുകയാണ്. അവൻ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറുമായി മാറി. അവൻ സ്വപ്നം കണ്ടതെല്ലാം അവൻ നേടിയെടുത്തു. പക്ഷേ പൂജ ഒഴികെ ആ ഒരു സങ്കടം അവന്റെ മനസ്സിലുണ്ടായിരുന്നു. പൂജയുടെ ഓർമ്മയിൽ അവൻ ജീവിച്ചു പോകുന്ന സമയമായിരുന്നു കാർത്തികിന്റെ കോള് വരുന്നതും. 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളുടെ മാരേജ് ആണ്. ലക്കി തന്നെ വന്ന് ഫോട്ടോ എടുത്തു തരണം. പൂജയുടെ ചേട്ടൻ പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ചേട്ടനെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം എന്നും കാർത്തിക് പറയുന്നു. അങ്ങനെ ലക്കിയാണെങ്കിൽ ഫോട്ടോ എടുത്ത് കൊടുക്കുവാനായും സമ്മതിക്കും. പക്ഷേ ലക്കിയുടെ മനസ്സിൽ മറ്റൊരു പ്ലാനായിരുന്നു. മുൻപെന്തായാലും പൂജയെ താൻ നഷ്ടപ്പെടുത്തി. പക്ഷേ ഇനി നഷ്ടപ്പെടുത്താനായിട്ട് താൻ തയ്യാറല്ല. കല്യാണത്തിന് പോയിട്ട് ആ കല്യാണം മുടക്കി താൻ തന്നെ പൂജയെ കല്യാണം കഴിക്കുമെന്നും ലക്കി പറയുന്നു. ലക്കി പോകുന്നത് സത്യത്തിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ആ കല്യാണം മുടക്കി പൂജയെ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് ലക്കി ഇപ്പോൾ അങ്ങോട്ട് പോകുന്നതും. ലക്കിയാണ് ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്നതെന്നറിഞ്ഞ് പൂജയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. എന്നാൽ അമ്പലത്തിലേക്ക് പോകുകയായിരുന്ന പൂജയ്ക്കടുത്തേക്ക് സംസാരിക്കുവാനായിട്ട് ലക്കി ശ്രമിക്കുന്നുണ്ട്. ലക്കി പറയുന്നത്, നിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നതിന് ശേഷമാ എനിക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടായത്. അങ്ങനെയുള്ള നിന്നെ ഉപേക്ഷിക്കുവാനായിട്ട് എനിക്ക് കഴിയില്ല. നീ എന്നും എൻ്റെ കൂടെ വേണമെന്നും ലക്കി പറയുമ്പോഴോ, നീ എന്ന് എന്നെക്കുറിച്ച് മോശമായിട്ട് കാർത്തിക്കിനോടൊക്കെ പറഞ്ഞോ, അന്നു മുതൽ എൻ്റെ മനസ്സിൽ നിന്നും നിന്റെ സ്ഥാനം പോയിട്ടുണ്ട്. ഇനി ആ ഒരു സ്ഥാനം തിരികെ വരില്ല എന്ന് പറഞ്ഞിട്ടാണ് പൂജ അവിടെ നിന്ന് പോകുന്നത്. പൂജ എന്തൊക്കെ പറഞ്ഞാലും എന്തുദ്ദേശത്തോടെയാണ് കല്യാണ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത് അത് ഉപേക്ഷിക്കുവാനായിട്ട് ലക്കി തയ്യാറായില്ല. ലക്കി അങ്ങനെ പണ്ട് ലക്കിയും പൂജയും പ്രണയിച്ചിരുന്ന സമയത്തെടുത്ത ഫോട്ടോസ് എല്ലാം ഒരു ആൽബം പോലെ ആക്കിയിട്ട് കാർത്തികിന്റെ ബാഗിൽ വെക്കുവാനായിട്ട് പോകുന്നു. എന്നാൽ അത് പൂജ കണ്ടുപിടിക്കുകയാണ്. ആ ആൽബം കയ്യിലെടുത്ത പൂജയാണെങ്കിൽ ലക്കി ഒരുപാട് വഴക്ക് പറയും. നീ എന്തായി കാണിക്കുന്നത്? എന്തായാലും നീ വിചാരിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പൂജ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അന്നേ ദിവസം രാത്രി ഹൽദി ഫംഗ്ഷൻ ഒക്കെ നടക്കുകയാണ്. ആ ചടങ്ങിന്റെ ഫോട്ടോസ് എല്ലാം ലക്കി എടുക്കുകയായിരുന്നു. ലക്കിക്കാണെങ്കിൽ സങ്കടം സഹിക്കുവാനായും കഴിയുന്നില്ല. മാറിയിരുന്ന് കരയുകയായിരുന്ന ലക്കിക്കടുത്തേക്ക് പ്രീതി എത്തും. തന്റെ മനസ്സിലുള്ള ഫീലിങ്സ് എല്ലാം ലക്കി പ്രീതിയോട് പറയുന്നു. എന്നാൽ പ്രീതി പറയുന്നത്, നീ ഇപ്പോൾ അനുഭവിക്കുന്ന അതേ വേദന തന്നെയാണ് കുറേ നാളുകളായിട്ട് ഞാനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ നിനക്ക് പൂജയെ സ്വന്തമാക്കുവാനായിട്ട് ഞാൻ നിന്നെ സഹായിക്കാമെന്നും പ്രീതി പറയുന്നു. എന്നാൽ ഈ ഫംഗ്ഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ പൂജയെ കാണാതാകുന്നു. പൂജയെ ആരോ കടത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. അതാരാണെന്നുള്ള കാര്യം ലക്കിക്ക് മനസ്സിലായി. എല്ലാവരും അന്വേഷിക്കുന്ന സമയത്ത് ആളിനെ കണ്ടെത്തി ലക്കിയാണെങ്കിൽ അവനടുത്തേക്ക് പോകുന്നു. അതാരെന്നാൽ
പണ്ട് ലക്കിയും പൂജയും പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പൂജയെ ഒൺസൈഡായിട്ട് ഒരു പയ്യൻ പ്രണയിച്ചിരുന്നു. അവനാണെങ്കിലോ പ്രണയമാണെന്ന് പറഞ്ഞ് പൂജയെ വല്ലാതെ ടോർച്ചർ ചെയ്തിരുന്നു. ഇപ്പോൾ അവളുടെ കല്യാണമായെന്ന് അറിഞ്ഞതോടു കൂടിയാണ് ആ പയ്യൻ അവളെ കടത്തിക്കൊണ്ടു പോയതും. സംഭവ സ്ഥലത്തേക്ക് എത്തിയ ലക്കിയാണെങ്കിൽ അവരെ എല്ലാവരെയും തല്ലിയിട്ട് അവിടെ നിന്നും പൂജയെ രക്ഷിച്ചു കൊണ്ടുവരും. ലക്കി അവളെ രക്ഷിച്ചതിൽ ലക്കിയോട് അവൾക്ക് വീണ്ടും ചെറിയ പ്രണയമൊക്കെ തോന്നുകയാണ്. പക്ഷേ എന്തു ചെയ്യാനാ, അടുത്ത ദിവസം കല്യാണമാണല്ലോ. അങ്ങനെ അടുത്ത ദിവസം കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു പൂജ. പൂജയുടെ ഫോട്ടോസൊക്കെ ലക്കിയും എടുക്കുന്നുണ്ട്. ലക്കിയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് പൂജയും ശ്രദ്ധിക്കുന്നു. അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം. കല്യാണത്തിന് പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് തന്റെ മനസ്സിനത് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലിരുന്ന ക്യാമറ തന്റെ കൂട്ടുകാരനെ ഏൽപ്പിച്ച ലക്കിയാണെങ്കിൽ നിങ്ങൾ പോയി ഫോട്ടോസൊക്കെ എടുക്കുവാനായും പറഞ്ഞു. അങ്ങനെ ലക്കിയാണെങ്കിലോ മാറി നിന്ന് കരയുകയായിരുന്നു. പൂജയും മനസ്സില്ലാ മനസ്സോടുകൂടി കാറിൽ കയറിപ്പോകും. എന്നാൽ ഒരു ഘട്ടത്തിൽ അമ്പലത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ പൂജയുടെ ചേട്ടനാണെങ്കിൽ കാർ നിർത്തുവാനായും പറയും. കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി പൂജയാണെങ്കിൽ എന്താ ചേട്ടാ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോഴോ, നീ മനസ്സില്ലാ മനസ്സോടെ ഈ കല്യാണത്തിന് പോകണ്ട, മനസ്സിലൊരാളെയും വെച്ചുകൊണ്ട് മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്നത് ശരിയല്ല എന്ന് ചേട്ടൻ പറയുന്നു. ചേട്ടൻ സത്യത്തിൽ പൂജയും ലക്കിയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. എങ്ങനെയെന്നാൽ പൂജ ലക്കിയുടെ കയ്യിൽ നിന്നും ആ ഒരു ആൽബം പിടിച്ചു വാങ്ങി അവിടെ വെച്ചിരുന്നു. പക്ഷേ ആ ഒരു ആൽബം ചേട്ടന്റെ കയ്യിൽ കിട്ടി. ആൽബം തുറന്നു നോക്കിയ ചേട്ടന് ലക്കിയും പൂജയും തമ്മിൽ പണ്ട് പ്രണയത്തിലായിരുന്നു എന്ന കാര്യം മനസ്സിലായി. മാത്രവുമല്ല പൂജയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായത് പ്രീതി ആയതുകൊണ്ട് തന്നെ പ്രീതിയോട് വന്ന് ഈ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പ്രീതി തുറന്നു പറഞ്ഞു. എങ്ങനെയാണ് അവർ പിരിഞ്ഞതെന്നുള്ള കാര്യമൊക്കെ ചേട്ടൻ അറിഞ്ഞതോടുകൂടി ചേട്ടന് വല്ലാതെ സങ്കടമായി. അതുകൊണ്ട് തന്നെ തന്റെ സഹോദരി മറ്റൊരാളെ മനസ്സിൽ വെച്ച് വേറൊരാളെ വിവാഹം കഴിക്കണ്ട എന്ന് ചേട്ടൻ അങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ പൂജയോട് പറയുന്നുണ്ട്, നിനക്ക് ആരെയാണോ ഇഷ്ടം അവനെ തന്നെ നീ വിവാഹം കഴിച്ചാൽ മതിയെന്ന്. ചേട്ടനാണെങ്കിൽ ലക്കിയുമായിട്ടുള്ള ബന്ധത്തിന് ഗ്രീൻ സിഗ്നൽ കാണിച്ചതോടുകൂടി പൂജയ്ക്ക് വല്ലാതെ സന്തോഷമാകുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ആർക്കാ? പാവം കാർത്തിക്കിനല്ലേ. ഒന്നും അറിയാത്ത കാർത്തിക് തന്റെ വിവാഹത്തിന് വന്ന് ഫോട്ടോ എടുത്തു തരണമെന്ന് ലക്കിയോട് ആവശ്യപ്പെട്ടത് കൊണ്ടല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നതും കാർത്തിക്കിന് പൂജയെ നഷ്ടമായതും. അങ്ങനെ പൂജയും ലക്കിയും ഒന്നിക്കുന്നതും കാർത്തിക് തിരികെ പോകുന്നതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.